പ്രൈസലോ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ രസകരമായ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുന്നത്. ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ, നിങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ, ഏത് സാഹചര്യത്തിലായിരുന്നാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്വാസം പകരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു ഇരുമ്പ് കഷ്ണവും ഒരു കത്തിയും തമ്മിലുള്ള സംഭാഷണത്തെയാണ് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ചിന്തിപ്പാനിടയായി. ഒരിക്കൽ ഒരു ഇരുമ്പ് കഷ്ണവും ഒരു കത്തിയും തമ്മിൽ കാണുവാനിടയായി. ആ ഇരുമ്പ് കഷ്ണം കത്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എത്ര ഭാഗ്യമുള്ളവനാണ്. നിന്റെ ജീവിതത്തിൽ നിന്നെ എല്ലാവരും സ്നേഹിക്കുന്നു. ഈ ഭവനത്തിലുള്ളവരെല്ലാം നിന്നിൽ ആശ്രയിക്കുന്നു. അവരാഹാരങ്ങൾ പാകം ചെയ്യുവാൻ നിന്നെ ആശ്രയിക്കുന്നു. നിന്നെ കൂടാതെ അവർക്കൊന്നിനും കഴിയുന്നില്ലല്ലോ. എത്ര വിലയേറിയ ആഹാരങ്ങൾ വാങ്ങിയാലും അതിനെ മുറിക്കുവാൻ അവർ നിന്നെ തേടി വരും. നിന്റെ ജീവിതം അത്ര ശ്രേഷ്ഠമാണ്. എന്നെ നോക്ക്, ആരും കാണാതെ, ആരുടെ കണ്ണിലും പെടാതെ, കാറ്റും പൊടിയും അടിച്ചു, ആർക്കും വേണ്ടാതെ, മഴയും പെയ്തു മഞ്ഞും പെയ്തു എൻ്റെ ജീവിതത്തിൽ തുരുമ്പെടുത്ത് ഞാൻ നശിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ നിലവിളി ആരും കാണുന്നില്ല, എൻ്റെ കണ്ണുനീരാരും കാണുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഈ ഇരുമ്പ് കഷ്ണം ആ കത്തിയോട് തൻ്റെ സങ്കടങ്ങളെല്ലാം പറയുവാനിടയായി. എന്നാൽ ആ കത്തി ഇരുമ്പിനെ നോക്കി പറഞ്ഞു, ഇരുമ്പേ, നീ വിചാരിക്കുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് എൻ്റെ ജീവിതം മാറി മറിഞ്ഞതല്ല. എന്ന് നീ അനുഭവിക്കുന്ന വേദന കഴിഞ്ഞ നാളുകളിൽ ഞാൻ അനുഭവിച്ചവനാണ്. അന്ന് നീ കിടന്ന സ്ഥാനത്ത് കിടന്നവനാണ്. എൻ്റെ ജീവിതത്തിൽ കാറ്റും പൊടിയും അടിച്ചു, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു, ആർക്കും വേണ്ടാത്തൊരു ജീവിതമായി കിടന്നപ്പോൾ എൻ്റെ ജീവിതം മാറി മറിഞ്ഞത് ഒരു ഇരുമ്പ് പണിക്കാരൻ്റെ കൈകളിൽ ഞാൻ എത്തിയ നിമിഷം മുതൽ. ആ മനുഷ്യൻ്റെ ശാലയിലേക്ക് കൊണ്ടുപോയി അതിനെ നന്നായി വൃത്തിയാക്കി. അതിനുശേഷം ആ മനുഷ്യൻ എന്നെ ഒരു വലിയ തീകോളത്തിലേക്ക് വലിച്ചെറിയുവാനിടയായി. ഞാൻ ആ തീയിൽ കിടന്ന് ചൂടായി എൻ്റെ ദേഹമെല്ലാം പൊള്ളി തുടങ്ങി. ആ മനുഷ്യൻ എന്നെ പുറത്തെടുത്ത് വലിയൊരു ഇരുമ്പ് കൂടം വെച്ച് എന്നെ അടിക്കുവാനിടയായി. ഇവിടെ കിടന്ന് അനുഭവിച്ചതിനേക്കാൾ വേദന എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് അനുഭവിച്ചു. എൻ്റെ നിലവിളികൾ ആരും കേട്ടില്ല, എൻ്റെ കണ്ണുനീരാരും കണ്ടില്ല. പലതവണ ആ മനുഷ്യൻ എന്നെ തീച്ചൂളയിലിട്ട് പുറത്തെടുത്ത് എന്നെ മാറി മാറി അടിക്കുവാനിടയായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വേദനകൾ അനുഭവിച്ചു. ഞാൻ ദൈവത്തോട് നിലവിളിച്ചു, എന്തിനാണ് ഈ വേദന എനിക്ക്? ഞാൻ ആരെ വേദനിപ്പിച്ചിട്ടാണ്, ആരോട് വഴക്കുണ്ടാക്കിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതകൾ കടന്നു വരുന്നത്? എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മനഃപൂർവ്വമല്ല ആ മനുഷ്യനെ വേദനിപ്പിക്കുന്നത്. ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്. ആ മനുഷ്യൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് മാറ്റുവാനാണ് എന്നെ അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെ വെട്ടിമാറ്റപ്പെട്ടു. പിന്നെയും തീയിലിട്ട് പുറത്തെടുത്ത് എന്നെ അടിച്ചുകൊണ്ടേയിരുന്നു. ചില അടികൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് വേദന തോന്നിയെങ്കിൽ പിന്നീട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു, ഞാൻ ഒരു പുതിയ രൂപമായിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ എന്നെ വീണ്ടും ഒരു കല്ലിൽ വെച്ച് ഉരയ്ക്കുവാനിടയായി. അനേക തവണ എന്നെ ഇട്ട് ഉരച്ചു. എൻ്റെ ജീവിതത്തിൽ കാറ്റും പൊടിയും മഞ്ഞും മഴയും അടിച്ച് തുരുമ്പെടുത്ത് കിടന്ന ആരുടെ കണ്ണിൽ കാണാതെ കിടന്നു എൻ്റെ ശരീരത്തിൽ ഒരു തിളക്കം വരുവാനിടയായി. പലതവണ എന്നെ ആ മനുഷ്യൻ ഒരു കല്ലിന്മേൽ ഉരച്ചു. എൻ്റെ ശരീരം മൂർച്ചയുള്ളതിൽ തീർന്നു. ഇന്നീ കാണുന്ന മൂർച്ചയിൽ, ഇന്നീ കാണുന്ന രൂപത്തിലും ഞാൻ ആക്കപ്പെട്ടതിന് കാരണം ആ മനുഷ്യൻ്റെ കൈകളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു കൊടുത്തതുകൊണ്ട്. ആ മനുഷ്യൻ എനിക്കൊരു വിലയിടുവാനിടയായി. ആ വില കൊടുത്താണ് ഈ വീട്ടുകാരനെ വാങ്ങിയത്. ഇന്ന് ഈ വീട്ടിൽ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും എന്നെ ഉപയോഗിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ ആ മനുഷ്യൻ്റെ കൈകളിൽ എന്നെ സമർപ്പിച്ചു കൊടുത്തത് കൊണ്ട് മാത്രമാണ്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരാണ്, ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും, എല്ലാ സാഹചര്യങ്ങൾക്കും നമ്മുടെ കർത്താവ് ഒരു പരിഹാരം കണ്ടെത്തുന്നു. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ആ ഇരുമ്പ് കത്തി ആ ഇരുമ്പ് പണിക്കാരൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ നാം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മളെ പണി. ചില കഷ്ടതകൾ, ചില വേദനകൾ, ചില നിന്ദകൾ,
ചില അപമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മളെ തകർത്ത് കളയുവാനല്ല. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പ്രതികൂല സാഹചര്യത്തെ നിനക്ക് അതിജീവിക്കാൻ കഴിയും. ഈ സാഹചര്യം നിന്റെ മുന്നിൽ നിന്നും നീങ്ങിപ്പോകും. ഈ പ്രതികൂലം നിന്നിൽ നിന്നും മാറിപ്പോകും. ഈ സമയം നിന്നെ വിട്ട് കടന്നു പോകും. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നെ ബലപ്പെടുത്തുവാൻ ഒരു കരം നിന്നോട് കൂടെയുണ്ട്. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ആ കത്തി ഏൽപ്പിച്ചു കൊടുത്തതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കുറച്ച് നാളുകൾക്കപ്പുറം നിങ്ങൾ പറയും, ഈ ഇത്രയും വലിയൊരു പ്രതികൂലത്തെ അതിജീവിച്ചവനാണ് ഞാൻ. ഇനിയും ഇതിലും വലിയ പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെ അതിജീവിക്കുവാൻ എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ നോക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, പത്രോസേ, നീ പാറയാകും, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, നിന്നെ നോക്കിക്കൊണ്ട് ഈ നിമിഷം ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയും, യഹോവ നിന്നെ പണിയും, പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കുകയില്ല. നിന്നെ നല്ല ഒരു ആയുധമാക്കി മാറ്റുവാൻ, മൂർച്ചയേറിയ ഒരു ആയുധമാക്കി മാറ്റുവാൻ ചില ശോധനകൾ നിന്റെ ജീവിതത്തിൽ തരുന്നത് നിന്നെ തകർത്ത് കളയുവാനല്ല, നിന്നെ നല്ല ഒരു ആയുധമാക്കി പണിയുവാനാണ്. പൂർണ്ണമായും നമ്മൾ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ വരും ദിവസങ്ങൾ നീ പറയുക, എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, എന്നെ ബലപ്പെടുത്തുന്ന ഒരു യഹോവയുണ്ട്. വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമെന്ന് പറഞ്ഞ ഒരു കർത്താവ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ.